1949 ഒക്ടോബർ 1-ന് മാവോ സേതുങ് ബെയ്ജിങ്ങിലെ ഗേറ്റ് ഓഫ് ഹെവൻലി പീസിന് മുകളിൽ കയറി നിന്ന് ചൈനീസ് ജനത ഉണർന്നു കഴിഞ്ഞതായി പ്രഖ്യാപിച്ചു. മാവോയുടെ വാക്കുകൾ ശക്തമായിരുന്നെങ്കിലും അന്നത്തെ ചൈനയുടെ യാഥാർത്ഥ്യം കഠിനമാണ്. കാരണം മാവോയ്ക്ക് കമ്മ്യൂണിസ്റ്റ് വിപ്ലവാനന്തരം ലഭിച്ച രാജ്യം തളർന്ന, മുറിവേറ്റ, എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഒന്നായിരുന്നു. പതിറ്റാണ്ടുകളായി ഇടവേളകളില്ലാത്ത യുദ്ധം ചൈനയെ തകർത്തു. ആദ്യം 1930കളിലെ ജപ്പാൻ അധിനിവേശം ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി, നഗരങ്ങൾ ചാമ്പലാക്കി. പിന്നീട് കമ്മ്യൂണിസ്റ്റുകളും ദേശീയ സേനയും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം 1949 വരെ നീണ്ടു. മാവോയുടെ ചുവപ്പ് പതാക ഉയരുമ്പോൾ ആ രാജ്യത്ത് ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം തകർന്നു, കൃഷിയും അസാധ്യമായി. പ്രാകൃതമായ ഉഴവുയന്ത്രങ്ങളും കാളകളും കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുമാണ് ചൈനയിലെ വയലുകളിൽ ഉണ്ടായിരുന്നത്. ഗതാഗത സംവിധാനങ്ങളെല്ലാം നശിച്ചു. ജപ്പാനും ദേശീയ സേനയും കമ്മ്യൂണിസ്റ്റുകളും മത്സരിച്ച് ബോംബിട്ട് റെയിൽവേ ഉപയോഗശൂന്യമായി. പാലങ്ങൾ നിലംപൊത്തി, റോഡുകൾ ചെളിവെള്ളം നിറഞ്ഞ് യാത്ര അസാധ്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുമായി യുദ്ധം നടക്കുന്നതിനിടെ പഴയ നാഷണലിസ്റ്റ് സർക്കാർ അനിയന്ത്രിതമായി പണമച്ചടിച്ചതിനാൽ മാവോ അധികാരമേൽക്കുന്ന കാലത്ത് അതിരൂക്ഷമായ വിലക്കയറ്റമാണ് രാജ്യത്ത്. ഷാങ്ഹായിൽ ഒരു റാത്തൽ അരിയുടെ വില ഒരു ദിവസം കൊണ്ട് ഇരട്ടിയാകുന്ന അവസ്ഥ. വിശപ്പിനെന്തെങ്കിലും വാങ്ങാൻ ചൈനക്കാരൻ കൊട്ടകളിൽ ചുമന്നാണ് കടലാസ് കറൻസി കൊണ്ടുപോയിരുന്നത്. ചൈനക്കാരന്റെ വരുമാനത്തിനും അധ്വാനത്തിനും അർത്ഥമില്ലാതായി. ചൈനയിലെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അവസ്ഥ ഇതിലും കഠിനമാണ്. 1949-ൽ ചൈനീസ് ജനസംഖ്യയുടെ 85% കർഷകരാണ്. ഒരു വരൾച്ചയോ വെള്ളപ്പൊക്കമോ വന്നാൽ ഒരു ഗ്രാമം മുഴുവൻ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ. നഗരങ്ങളിലും കാര്യങ്ങൾ മെച്ചമായിരുന്നില്ല. യുദ്ധങ്ങളെ അതിജീവിച്ച അപൂർവം ചില ഫാക്ടറികളും ഉൽപ്പാദനമില്ലാതെ അടച്ചുപൂട്ടി. തൊഴിലാളികൾക്ക് മാസങ്ങളോളം കൂലി ലഭിച്ചില്ല. അവരുടെ കുട്ടികൾ തെരുവുകളിൽ ഭിക്ഷയാചിച്ചു. അതിശയകരമായ കാര്യം, 1949-ൽ ചൈനയിലെ ആളോഹരി വരുമാനം ഇന്ത്യയുടേതിനേക്കാളും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുടേതിനേക്കാളും കുറവായിരുന്നു. ആഗോള നിലവാരമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അന്ന് ചൈന. ഈ ഇരുണ്ട തുടക്കത്തിലും മാവോയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആത്മവിശ്വാസമുള്ളവരാണ്. ചൈനയുടെ വിസ്തൃതമായ കരപ്രദേശവും അധ്വാനത്തിന്റെ ഏതറ്റം വരെയും പോകാൻ സന്നദ്ധരായ മനുഷ്യരും അവരുടെ ആസ്തികളാണ്. ആദ്യം എവിടെ തുടങ്ങണമെന്നതായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയക്കുഴപ്പം. ഒടുവിൽ അവർ തീരുമാനമെടുത്തു, ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളോ കൂറ്റൻ ഫാക്ടറികളോ നിർമ്മിക്കുന്നതിന് മുൻപ് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നത് തീരുമാനിച്ചുറപ്പിക്കണം. ചൈനീസ് ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ആദ്യകാല ഡൈനാസ്റ്റികളുടെ ഭരണം മുതൽ അസമത്വത്തിന്റെ കൂടാണ്. ഒരു ചെറിയ വിഭാഗം ഭൂവുടമകളുടെ കൈവശമായിരുന്നു ഫലഭൂയിഷ്ടമായ മണ്ണിൽ ഭൂരിഭാഗവും. പാവപ്പെട്ട കർഷകർ അത് പാട്ടത്തിനെടുത്ത് തങ്ങളുടെ വിളവിന്റെ വലിയൊരു ഭാഗം പാട്ടമായി നൽകി. ഒരു കുടുംബം ഒരു വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ടും അവരുടെ പകുതി വിളവെങ്കിലും ഭൂവുടമകൾ കൊണ്ടുപോയി. ഈ രോഷം കർഷകർക്കിടയിൽ നൂറ്റാണ്ടുകളായി നീറി പുകയുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ ഈ സാമൂഹ്യാവസ്ഥയെ സമർത്ഥമായി ഉപയോഗിച്ചു. 1950-ൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂപരിഷ്കരണ നിയമം പാസാക്കി. ആധുനിക ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ആദ്യ നീക്കം. ഭൂവുടമകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുക, അത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് തുല്യമായി വീതിച്ചു നൽകുക. ഇതായിരുന്നു ചൈനീസ് ഭൂപരിഷ്കരണ നിയമം. നാടകീയമായിട്ടാണ് പാർട്ടി ഈ നിയമം നടപ്പിലാക്കിയത്. ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് സമരപ്രഖ്യാപനങ്ങൾ നടത്തി. ഭൂവുടമകളെ പരസ്യമായി എതിർക്കാനും ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിനെ സഹായിക്കാനും പാട്ടകർഷകരെ പ്രോത്സാഹിപ്പിച്ചു. മിക്ക ഭൂവുടമകളും രായ്ക്ക് നാടുവിട്ടു. നിരവധി പേർ തടവിലാവുകയോ വധിക്കപ്പെടുകയോ ചെയ്തു. ഈ വർഷങ്ങളിൽ 20 ലക്ഷം ഭൂവുടമകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. തലമുറകളായി ധനികരായിരുന്ന കുടുംബങ്ങൾ മാസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സാമൂഹിക ശ്രേണികൾ ക്രൂരമായ വേഗതയിൽ തകിടം മറിഞ്ഞു. 1953 ആയപ്പോഴേക്കും 300 ദശലക്ഷത്തിലധികം കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യാൻ മാവോയുടെ സർക്കാരിന് സാധിച്ചു. ഗ്രാമങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് മറ്റൊരു രൂപം പ്രാപിച്ചു. കുടുംബങ്ങൾ വീടുകൾക്ക് ചായം പൂശി പുതിയ ഉപകരണങ്ങൾ വാങ്ങി. ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ നീക്കം വരുമാന വർധനവുണ്ടാക്കി. വിളവെടുപ്പിന് ഇനി ആർക്കും വീതം നൽകേണ്ടതില്ലാത്തതിനാൽ കർഷകർ കൂടുതൽ കഠിനാധ്വാനം ചെയ്തു. കുറച്ചു കാലത്തേക്ക് ചൈനയിൽ ഭക്ഷ്യോൽപാദനം മെച്ചപ്പെട്ടു. സാമ്പത്തികമായി ഭൂപരിഷ്കരണം വിജയമായിരുന്നില്ല. അത് കർഷകർക്ക് നീതിയും തുല്യതയും നൽകിയെങ്കിലും ചൈനീസ് കൃഷിഭൂമിയെ ദശലക്ഷക്കണക്കിന് ചെറിയ കൃഷിയിടങ്ങളായി വിഭജിച്ചു. ഓരോ കുടുംബവും ചെറിയ തുണ്ടുപോലുള്ള കൃഷിയിടത്തിൽ ആധുനിക ഉപകരണങ്ങളില്ലാതെയാണ് കൃഷി ചെയ്തത്. ഇത് കൃഷി കാര്യക്ഷമമല്ലാതാക്കി. അതിവേഗം വളരുന്ന ഒരു വ്യാവസായിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ ചൈനയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആധുനികവൽക്കരണത്തിന് ഭൂപരിഷ്കരണം മാത്രം പോരെന്ന് മാവോയ്ക്ക് തോന്നിയത്. രാജ്യത്തിന് ഇതിലും വലിയ ഒന്ന് ആവശ്യമാണ്. വലിയ ഫാക്ടറികളും യന്ത്രങ്ങളും, എല്ലാത്തിലുമുപരി ഇവയെല്ലാം നിർമ്മിക്കാനുള്ള ഇരുമ്പുരുക്ക് വ്യവസായവും. അങ്ങനെ 1953-ൽ ചൈന സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചു.
വ്യാവസായിക നിർമ്മാണത്തിന് മുൻഗണന നൽകി കൽക്കരി, സിമന്റ്, വൈദ്യുതി, യന്ത്രങ്ങൾ, പുതിയ ഫാക്ടറികൾ, ഖനികൾ എന്നിവ നിർമ്മിക്കുന്നതിനാണ് ചൈന ആസൂത്രണം ചെയ്തത്. റെയിൽവേയും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാൻ സുഹൃത്ത് രാജ്യമായ സോവിയറ്റ് യൂണിയൻ ആയിരക്കണക്കിന് എഞ്ചിനീയർമാരെയും രൂപരേഖകളും ഉപദേഷ്ടാക്കളെയും അയച്ചു. അവർ വായ്പകളും ഉപകരണങ്ങളും ഫാക്ടറികളുടെ രൂപകൽപ്പനകളും ചൈനയ്ക്ക് നൽകി. എന്തും നിർമ്മിക്കാൻ സ്റ്റീൽ വേണം, അത് ആവശ്യത്തിനുണ്ടാവണം. സ്റ്റീലില്ലെങ്കിൽ ശക്തമായ രാജ്യമില്ല. പാർട്ടിക്കതറിയാം. സ്റ്റീൽ പ്ലാന്റുകൾ നിർമ്മിക്കാനാണ് പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചൈന മുൻഗണന നൽകിയത്. വുഹാൻ, ഹാർബിൻ, അൻഷാൻ തുടങ്ങിയ നഗരങ്ങളിൽ കൂറ്റൻ സ്റ്റീൽ പ്ലാന്റുകൾ സോവിയറ്റ് യൂണിയന്റെ സഹകരണത്തോടെ ഉയർന്നു. ഗ്രാമീണ യുവാക്കൾ വയലുകൾ ഉപേക്ഷിച്ച് പതിയെ നഗരങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങിയത് ഈ കാലത്താണ്. വയലുകളിൽ കലപ്പ ഇന്തുന്നതിന് പകരം അവർ തങ്ങളുടെ വീടിനേക്കാൾ ഉയരമുള്ള ബ്ലാസ്റ്റ് ഫർണസ് നിർമ്മിക്കുന്ന സംഘത്തിന്റെ ഭാഗമായി. 5 വർഷത്തിനുള്ളിൽ ചൈനയുടെ സ്റ്റീൽ ഉൽപ്പാദനം 3 ഇരട്ടിയായി, കൽക്കരി ഉൽപ്പാദനം 16 ഇരട്ടിയായി, വൈദ്യുതി ഉൽപ്പാദനം 80 ഇരട്ടി വർദ്ധിച്ചു. മെയിൻലാൻഡ് ചൈനയിലെ വൻ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പുതിയ റെയിൽപാതകൾ വന്നു. സാക്ഷരതാ യജ്ഞങ്ങളിലൂടെ കർഷകരെ വായിക്കാൻ പഠിപ്പിച്ചു. ഐക്യത്തെയും കഠിനാധ്വാനത്തെയും കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളടങ്ങിയ പ്രൊപ്പഗാൻഡ പോസ്റ്ററുകളിലൂടെയും ഭാഷണികളിലൂടെയും പ്രചരിപ്പിച്ചു. എന്നാൽ ഈ സ്റ്റീൽ യുഗത്തിന് വലിയ വില നൽകേണ്ടിയും വന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതിന്റെ എല്ലാ വിഭവശേഷിയും വ്യാവസായിക നിർമ്മാണത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഇത് കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമത്തിന് കാരണമായി. സൈക്കിളുകൾ, റേഡിയോകൾ മുതൽ വസ്ത്രങ്ങൾ പോലും വാങ്ങാൻ ബുദ്ധിമുട്ടായി. തൊഴിലാളികൾക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിലും കുറഞ്ഞ കൂലിയിലും റേഷൻ ചെയ്ത ഭക്ഷണത്തിലുമായിരുന്നു അവർ ജീവിച്ചത്. നഗരങ്ങളിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികളെ പോറ്റാൻ വേണ്ടി സർക്കാർ കർഷകരുടെ വിളവുകളിൽ ഭൂരിഭാഗവും ബലമായി പിടിച്ചെടുത്തു. എന്നിട്ടും 1-ാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയമാണെന്നാണ് CCP പ്രഖ്യാപിച്ചത്. ചൈനയ്ക്ക് ആധുനിക വ്യവസായത്തിന് അടിത്തറ പാകിയിരിക്കുന്നു. രാജ്യം ഇനിയൊരു കാർഷിക സമൂഹം മാത്രമല്ലെന്ന് പാർട്ടി പ്രഖ്യാപിച്ചു. 1957 ആയപ്പോഴേക്കും ചൈന അടുത്ത വലിയ കുതിപ്പിന് തയ്യാറാണെന്ന് മാവോ സേതുങ്ങിന് തോന്നി. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിലൂടെ രാജ്യത്തെ വ്യവസായങ്ങൾക്ക് ചെറിയ ജീവൻ നൽകാനായെങ്കിലും പടിഞ്ഞാറൻ രാജ്യങ്ങളുമായോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുമായോ താരതമ്യം ചെയ്യുമ്പോൾ ചൈന ഇപ്പോഴും വളരെ പിന്നിലാണ്. ഇത് പരിഹരിക്കാൻ 1958 മാവോ സേതുങ് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ധീരവും എന്നാൽ ആത്യന്തികമായി ഏറ്റവും വിനാശകരവുമായ പ്രചാരണങ്ങളിൽ ഒന്നിന് തുടക്കമിട്ടു. മഹത്തായ മുന്നേറ്റമെന്ന ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. മാവോയുടെ സ്വപ്നം ലളിതവും എന്നാൽ വലുതുമാണ്. ചൈനയെ കാർഷിക സമൂഹത്തിൽ നിന്ന് വ്യാവസായിക ശക്തി കേന്ദ്രമാക്കി മാറ്റുക, അതും സാധിക്കാവുന്നത്ര വേഗത്തിൽ. 15 വർഷത്തിനുള്ളിൽ ചൈന സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ബ്രിട്ടനെ മറികടക്കുമെന്ന് മാവോ രാജ്യത്തിന് ഉറപ്പ് നൽകി. കിഴക്കൻ കാറ്റ് പടിഞ്ഞാറിനെ കീഴടക്കും, അദ്ദേഹം പറഞ്ഞു. ലക്ഷ്യം നേടാൻ മാവോ 2 സമൂലമായ നയങ്ങൾ നടപ്പാക്കി. ആദ്യത്തേത് ഓരോ വീട്ടിലും സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കണമെന്ന ഭ്രാന്തൻ ആശയമായിരുന്നു. ബാക്ക്യാർഡ് ഫർണസസ് എന്നാണ് ഈ നയം അറിയപ്പെട്ടത്. ഓരോ കുടുംബവും തങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഇരുമ്പുരുക്ക് ശാല തട്ടിക്കൂട്ടണം. സ്റ്റീൽ ഉണ്ടാക്കുന്നതിനായി കുടുംബങ്ങൾ തങ്ങളുടെ കലങ്ങളും ചട്ടികളും കൃഷിയുപകരണങ്ങൾ പോലും ഒരുക്കി. ചൈനീസ് കർഷകരെ ഒറ്റ രാത്രി കൊണ്ട് സ്റ്റീൽ തൊഴിലാളികളാക്കുക എന്നതായിരുന്നു ആശയം. ഓരോ കുടുംബത്തിനും സ്റ്റീൽ ക്വാട്ടയുണ്ടായിരുന്നു. ക്വാട്ട പൂർത്തീകരിക്കുന്നത് തുടർച്ചയായി ലംഘിച്ചാൽ ജയിൽവാസവും. രണ്ടാമതായി, ചെറിയ കുടുംബ കൃഷിയിടങ്ങൾ വലിയ ജനകീയ കമ്മ്യൂണുകളാക്കി മാറ്റി. ചില കമ്മ്യൂണുകളിൽ 10,000-കണക്കിന് അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ കുടുംബത്തിനും അടുക്കള എന്നതിന് പകരം കമ്മ്യൂണിറ്റി കിച്ചണുകൾ വന്നു. റേഷനും വ്യക്തിപരമല്ല, മറിച്ച് കമ്മ്യൂണുകൾക്ക് ആളെണ്ണം നോക്കിയാണ് നൽകിയത്. കർഷകർ സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടിയല്ല, ഭരണകൂടത്തിനു വേണ്ടി കൂട്ടമായി ജോലി ചെയ്തു. കടലാസിൽ ഇത് വിപ്ലവകരമായി തോന്നി. ലക്ഷക്കണക്കിന് കർഷകരെ കൂട്ടത്തോടെ അണിനിരത്തുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാവോ വിശ്വസിച്ചു. പ്രൊപ്പഗാൻഡ പോസ്റ്ററുകൾ വയലുകളിലെമ്പാടും കുത്തിച്ചാരി നിർത്തി പ്രചാരണം പൊടിപൊടിച്ചു. യാഥാർത്ഥ്യം ഇതിൽ നിന്നും ഏറെ ദൂരെയായിരുന്നു. വീട്ടുമുറ്റത്തെ ചൂളകൾ ഉൽപ്പാദിപ്പിച്ചത് കൂടുതലും ഉപയോഗശൂന്യമായ പിഗ് അയണിന്റെ കട്ടകളാണ്. ഗ്രാമീണർ നല്ല ഉപകരണങ്ങളും പാചകപാത്രങ്ങളും ഒരുക്കിയതോടെ സ്വന്തമായി ഒന്നുമില്ലാതായി. വയലുകൾ അവഗണിക്കപ്പെട്ടു. കാരണം കർഷകർക്ക് മനസ്സിലാകാത്ത വ്യാവസായിക ജോലികൾക്കായി സമയം ചെലവഴിക്കാൻ അവർ നിർബന്ധിതരായി. ഉന്നത പാർട്ടി അധികാരികളെ നിരാശപ്പെടുത്താൻ ഭയന്ന് പ്രാദേശിക പാർട്ടി ബ്യൂറോക്രാറ്റുകൾ ഉൽപ്പാദന കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി. ധാന്യ ഉൽപ്പാദനം ഇരട്ടിയോ 3 ഇരട്ടിയോ വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഈ നുണകൾ വിശ്വസിച്ച് നികുതിയായി കൂടുതൽ ധാന്യം ആവശ്യപ്പെടാൻ തുടങ്ങി. പട്ടിണി കിടക്കുന്ന ഗ്രാമങ്ങളിൽ നിന്ന് അവർ ഭക്ഷണം കപ്പലിൽ കയറ്റി അയച്ചു. 1959 ആയപ്പോഴേക്കും എല്ലാം പൂർത്തിയായി. വയലുകൾ ഒഴിഞ്ഞു, ധാന്യപ്പുരകൾ ശൂന്യമായി, ഗ്രാമങ്ങൾ മുഴുപട്ടിണിയിലേക്ക് നീങ്ങി. പ്രകൃതി ദുരന്തങ്ങൾ കൂനിന്മേൽക്കുരു പോലെ ആവർത്തിച്ചു. വെള്ളപ്പൊക്കവും വരൾച്ചയും രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും തിരിച്ചു വരാനാവാത്ത വിധം തുടച്ചു നീക്കി. എന്നാൽ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പ്രാദേശിക പാർട്ടി നേതാക്കൾ ശിക്ഷ ഭയന്ന് സത്യം മറച്ചുവെച്ചു. എതിർത്ത കർഷകർ, ഭക്ഷണം പൂഴ്ത്തിവെക്കുന്നവർ അല്ലെങ്കിൽ പ്രതിവിപ്ലവകാരികളെന്ന് ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ടു. മാവോ മുന്നോട്ടു പോവുകയായിരുന്നു. 1959-നും 1961-നും ഇടയിൽ മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ക്ഷാമത്തിലേക്ക് ചൈന കൂപ്പുകുത്തി. ഗ്രേറ്റ് ഫാമിൻ എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചൈനീസ് കുടുംബങ്ങൾ മരത്തിന്റെ തൊലി തിളപ്പിച്ചും പുല്ല് തിന്നുമാണ് ജീവിച്ചത്. ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാനാവാത്ത സാമൂഹ്യാവസ്ഥയാണത്. മാതാപിതാക്കൾ തങ്ങളുടെ നവജാത ശിശുക്കളെ വഴിയിൽ ഉപേക്ഷിച്ചു.
ഏതാണ്ട് 8 ലക്ഷം കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ് ഈ അവസ്ഥയുടെ ഭീകരത വെളിവാകും. ചില പ്രവിശ്യകളിൽ അതിജീവനത്തിനായി മനുഷ്യർ കളിമണ്ണ് തിന്നു. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഡയറിയ ബാധിച്ചു മരിച്ചു. ഗ്രാമങ്ങൾ ശൂന്യമായി. ഗ്രേറ്റ് ഫാമിൻ എന്ന വലിയ ക്ഷാമത്തിൽ ചൈനയിലെമ്പാടുമായി 4.5 കോടി മനുഷ്യർ മരിച്ചതായി ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. ഇത് അതിശയോക്തിയല്ല. ആകെ ജനസംഖ്യയുടെ 10% ഇല്ലാതായി. ഭൂപരിഷ്കരണത്തിന് ശേഷം ഊർജ്ജസ്വലമായിരുന്ന നാട്ടിൻപുറങ്ങൾ നിശബ്ദതയുടെയും നിരാശയുടെയും ചാവുസ്ഥലമായി മാറി. ചൈനയെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ ആരംഭിച്ച ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് അതിന് മഹാദുരന്തത്തിലേക്കാണ് തള്ളിവിട്ടത്. 1961 ആയപ്പോഴേക്കും സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ സ്റ്റീൽ ഉൽപ്പാദന ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചു. കമ്മ്യൂണുകൾ വെട്ടിച്ചുരുക്കി. ഭക്ഷ്യക്ഷാമം മൂലം സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. മാവോയുടെ മഹത്തായ കാഴ്ചപ്പാട് പരാജയപ്പെട്ടു. ഭീകരമായി പരാജയപ്പെട്ടു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലും ഈ മഹാക്ഷാമവും ദുരന്തവും അടിമുടി മാറ്റത്തിന് വിധേയമാക്കി. 1962 മുതൽ 65 വരെ പാർട്ടി തങ്ങളുടെ ശ്രദ്ധ പ്രായോഗിക അതിജീവനത്തിലേക്ക് തിരിച്ചു. സ്ലോ റിക്കവറി പീരീഡ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ലിയു ഷാവോക്കി, ദെങ് സിയാവോപിങ് തുടങ്ങിയ മിതവാദികളായ നേതാക്കളുടെ ശബ്ദത്തിന് പാർട്ടിയിൽ പ്രാമാണ്യം ലഭിക്കാൻ തുടങ്ങി. കർഷകരെ വീണ്ടും തങ്ങളുടെ ചെറിയ സ്വകാര്യ പ്ലോട്ടുകളിൽ ജോലി ചെയ്യാൻ അവർ അനുവദിച്ചു. അവരുടെ കുടുംബങ്ങൾക്കായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. കമ്മ്യൂണുകൾക്ക് ഇളവ് നൽകി. പ്രോത്സാഹനം തിരികെ എത്തിയതോടെ ക്രമേണ ധാന്യ ഉൽപ്പാദനം ഉയർന്നു. ജനങ്ങളുടെ ജീവിതം അല്പം മെച്ചപ്പെട്ടു. ക്ഷാമം ഇല്ലാതായെങ്കിലും മുറിപ്പാടുകൾ അവശേഷിച്ചു. ചില ഗ്രാമങ്ങളിൽ ക്ഷാമം കാരണം തലമുറകൾ മുഴുവനായി തന്നെ ഇല്ലാതായിരുന്നു. സമ്പദ് വ്യവസ്ഥയും സ്ഥിരത കൈവരിക്കാൻ തുടങ്ങി. ചെറിയ ഫാക്ടറികൾ വീണ്ടും ഉപഭോക്തൃ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു. പരുത്തി, കമ്പിളി വസ്ത്രങ്ങൾ, തുണി, സോപ്പ്, സൈക്കിളുകൾ തുടങ്ങിയവ. ക്ഷാമത്തിന്റെ അനന്തരഫലമായി മാവോ പാർട്ടിയിൽ ഒറ്റപ്പെടുകയായിരുന്നു. തന്റെ വിപ്ലവ കാഴ്ചപ്പാട് മുതലാളിത്ത രീതികൾക്കായി ഉപേക്ഷിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ചൈനയുടെ വിപ്ലവത്തിന് അതിന്റെ തീക്ഷ്ണത നഷ്ടപ്പെടുകയാണോ എന്ന് മാവോ ഭയപ്പെട്ടു. 1960കളുടെ മധ്യത്തോടെ മാവോ തിരിച്ചടിക്കാൻ തയ്യാറെടുത്തു. വിദേശ ശത്രുക്കൾക്കെതിരെയല്ല, മറിച്ച് സ്വന്തം സഹപ്രവർത്തകർക്കെതിരെ. അങ്ങനെ 1966 മാവോ മറ്റൊരു സമൂലമായ പ്രചാരണത്തിന് തുടക്കമിട്ടു. മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവം എന്ന ദ ഗ്രേറ്റ് പ്രൊലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന മഹത്തായ മുന്നേറ്റം സാമ്പത്തികാവസ്ഥയുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിൽ സാംസ്കാരിക വിപ്ലവം രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബന്ധങ്ങളുള്ളതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ളതായി മാറുന്നു. ലിയു ഷാവോക്കി, ദെങ് സിയാവോപിങ് തുടങ്ങിയ നേതാക്കൾ സോഷ്യലിസത്തെ ഒറ്റിക്കൊടുക്കുന്നു തുടങ്ങിയ ഭയങ്ങളാണ് മാവോയെ ഭരിച്ചിരുന്നത്. ജനക്കൂട്ടത്തെ അഴിച്ചുവിട്ട് ചൈനയെ അദ്ദേഹം ആഗ്രഹിക്കും പോലെ ശുദ്ധീകരിക്കാൻ മാവോ തീരുമാനിച്ചു. മാവോയുടെ ആഹ്വാനത്തിന് പിന്നാലെ ഭ്രാന്ത് പിടിച്ച ജനത തെരുവിലിറങ്ങി. റെഡ് ഗാർഡ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കി. വിചാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും ബുദ്ധിജീവികളെയും ബൂർഷ്വാസി എന്ന് ആരോപിക്കപ്പെട്ട ആരെയും അവർ ആക്രമിച്ചു. സ്കൂളുകളും സർവകലാശാലകളും അടച്ചു. പ്രൊഫസർമാരെ കോൺസ് തൊപ്പികൾ ധരിപ്പിച്ച് തെരുവുകളിലൂടെ നടത്തി. പുരാതന ക്ഷേത്രങ്ങളും പുസ്തകങ്ങളും കലാസൃഷ്ടികളും നശിപ്പിക്കപ്പെട്ടു. കുടുംബങ്ങൾ പരസ്പരം തിരിഞ്ഞു. കുട്ടികൾ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും അരാജകത്വം വ്യാപിച്ചു. സാമ്പത്തികമായും സാംസ്കാരിക വിപ്ലവം ദുരന്തമായിരുന്നു. തൊഴിലാളികൾ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ചേർന്നതിനാൽ ഫാക്ടറികൾ പൂട്ടി. ശാസ്ത്ര ഗവേഷണങ്ങൾ ഏതാണ്ട് നിലച്ചു. വിദ്യാഭ്യാസം തകർന്നു. ഒരു തലമുറ മുഴുവൻ അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി. ലിയു ഷാവോക്കി പോലുള്ള കഴിവുള്ള നേതാക്കൾ പുറത്താക്കപ്പെട്ടു. ദെങ് സിയാവോപിങ്ങിനെ ലേബർ ക്യാമ്പിലേക്ക് അയച്ചു. അന്താരാഷ്ട്ര നിലവാരമനുസരിച്ച് 1976 പോലും ചൈനയിലെ ആളോഹരി ശരാശരി വരുമാനം ആഫ്രിക്കയിലെ പല ഭാഗങ്ങളുടേതിനേക്കാൾ കുറവായിരുന്നു. ഉദാഹരണത്തിന് ചൈനയിൽ 1976 ആളോഹരി വരുമാനം 113 യുവാനാണ്. അക്കാലത്തെ വിനിമയ നിരക്കനുസരിച്ച് 78 ഇന്ത്യൻ രൂപ മാത്രം. അക്കാലത്ത് ഇന്ത്യയുടെ ആളോഹരി വരുമാനം 1363 രൂപയാണെന്ന് ഓർക്കണം. ചൈനയുടേതിനേക്കാൾ 17 ഇരട്ടിയോളം കൂടുതൽ. 1976 സെപ്റ്റംബറിൽ മാവോ സേതുങ് അന്തരിച്ചു. കുറച്ചുകാലത്തേക്ക് മാവോ തിരഞ്ഞെടുത്ത പിൻഗാമിയായ ഹുവ ഗുവാഫിങ്ങിന് അധികാരം ലഭിച്ചു. ദീർഘവീക്ഷണമില്ലാത്ത ഒരു പാവ നേതാവ് മാത്രമായിരുന്നു അദ്ദേഹം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഡെങ് സിയാവോപിങ് പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് വന്നു. ഡെങ് യാഥാർത്ഥ്യബോധമുള്ളവനായിരുന്നു. മാവോയെപ്പോലെ ആശയങ്ങളിൽ മുഴുകിയ സ്വപ്നജീവിയല്ല. ചൈന പിന്നീട് എന്തൊക്കെ ആയിത്തീർന്നോ അതിനെല്ലാം കാരണക്കാരനും അത് ആരംഭിച്ചയാളും ഡെങ് സിയാവോപിങ് ആണ്. 1978 ഡിസംബറിൽ 11ാം സെൻട്രൽ കമ്മിറ്റിയുടെ ചരിത്രപ്രസിദ്ധമായ 3ാം പ്ലീനത്തിൽ ഡെങ്ങും സഖ്യകക്ഷികളും ധീരമായ തീരുമാനമെടുത്തു. ചൈന മാവോയുടെ കർക്കശമായ സാമ്പത്തിക വ്യവസ്ഥ ഉപേക്ഷിച്ച് പുതിയൊരു പാത തുടങ്ങും. ഈ നയം പിന്നീട് പരിഷ്കരണവും തുറന്നുകൊടുക്കലും അഥവാ റിഫോം ആൻഡ് ഓപ്പണിംഗ് അപ്പ് എന്നറിയപ്പെട്ടു. ഈ സന്ദേശം വിപ്ലവകരമായിരുന്നു. സോഷ്യലിസം നിലനിൽക്കും, പക്ഷേ അത് അന്ധമായ പ്രത്യയശാസ്ത്രമല്ല, പ്രായോഗികമായ സോഷ്യലിസമായിരിക്കും. ചൈന വിപണികളെയും പ്രോത്സാഹനങ്ങളെയും വിദേശ നിക്ഷേപങ്ങളെയും സ്വീകരിക്കും. ലക്ഷ്യം വർഗസമരമല്ല, മറിച്ച് സമൃദ്ധിയായിരിക്കും. ഡെങ് സിയാവോപിങ് അത് ലളിതമായി പറഞ്ഞു. ഒരു പൂച്ച കറുത്തതാണോ വെളുത്തതാണോ എന്നത് പ്രശ്നമല്ല, അത് എലിയെ പിടിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഫലങ്ങളാണ് മുഖ്യം, തത്വങ്ങളല്ല. പിന്നീട് ചൈന തങ്ങളുടെ ആദ്യ ചുവടുവെച്ചത് ഗ്രാമങ്ങളിലായിരുന്നു. അവിടെയായിരുന്നു ചൈനീസ് ജനതയുടെ ഭൂരിഭാഗവും ജീവിച്ചിരുന്നത്.
ഒരു മാതൃക ഡെങ്ങിന്റെ മുന്നിലുണ്ടായിരുന്നു. 1970കളുടെ അവസാനത്തിൽ അൻഹുയി പ്രവിശ്യയിലെ സിയാവോഗാങ് എന്ന ചെറിയ ഗ്രാമത്തിലെ 18 കർഷകർ രഹസ്യമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവർ കൂട്ടുകുടുംബത്തിന്റെ ഭൂമി കുടുംബത്തോട്ടങ്ങളായി വിഭജിച്ചു. ഓരോ കുടുംബവും സർക്കാർ നിശ്ചയിച്ച വിളവിന് പുറമെ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം അവർക്ക് സ്വന്തമായി വെക്കാമെന്നവർ സമ്മതിച്ചു. പിടിക്കപ്പെട്ടാൽ തടവറയിൽ കിടക്കേണ്ടി വരും. അതിലുപരി ഭവിഷ്യത്തുകളും ഉണ്ടാവാം. പക്ഷേ അവർക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. അതിശയകരമായ ഫലങ്ങളാണ് ഉണ്ടായത്. കുടുംബങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്തു. വിളവ് 3 ഇരട്ടിയായി. അവരുടെ ഗ്രാമത്തിൽ വിശപ്പില്ലാതായി. കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിഞ്ഞപ്പോൾ കർഷകരെ ശിക്ഷിക്കുന്നതിന് പകരം ഡെങ് അതിന് അംഗീകാരം നൽകി. 1979ഓടെ ഈ പരീക്ഷണം വ്യാപകമായി. ഈ സമ്പ്രദായം പിന്നീട് കുടുംബ ഉത്തരവാദിത്ത വ്യവസ്ഥ അഥവാ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം എന്നറിയപ്പെട്ടു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി കർഷകർക്ക് അവരുടെ അധിക വിളവ് ലാഭത്തിന് വിൽക്കാമെന്നായി. അവർക്കിഷ്ടമുള്ള വിളകൾ കൃഷി ചെയ്യാനും മിച്ചം സ്വന്തമായി വയ്ക്കാനും പ്രാദേശിക വിപണികളിൽ വ്യാപാരം ചെയ്യാനും സാധിച്ചു. ഫലങ്ങൾ ഉടനടിയായിരുന്നു. ധാന്യ ഉൽപ്പാദനം കുതിച്ചുയർന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയായി. പച്ചക്കറികൾ, പഴങ്ങൾ, കോഴികൾ, പന്നികൾ എന്നിവയെല്ലാം സമൃദ്ധമായി നിറഞ്ഞ് ഗ്രാമീണ വിപണികൾ സജീവമായി. റേഷൻ കടകളെ ഗ്രാമീണർ ഉപേക്ഷിച്ചു. അവർക്ക് നല്ല വസ്ത്രങ്ങളും സൈക്കിളുകളും റേഡിയോകളും വാങ്ങാൻ കഴിഞ്ഞു. ഭക്ഷണമില്ലാതെ ചൈനക്കാരൻ ജീവിക്കും. റേഡിയോയും സൈക്കിളുമില്ലാതെ അവർക്ക് അതിജീവനം സാധ്യമല്ല. കുട്ടികൾക്ക് മികച്ച ഭക്ഷണം ലഭിച്ചു. പോഷകാഹാരക്കുറവ് കുത്തനെ കുറഞ്ഞു. ഗ്രാമങ്ങളിലെ പരിഷ്കാരങ്ങൾ ഭക്ഷണവും ആത്മവിശ്വാസവും തിരികെ നൽകിയെങ്കിലും കൃഷി മാത്രം കൊണ്ട് ചൈനയെ ആധുനികവൽക്കരിക്കാൻ കഴിയില്ലെന്ന് ഡെങ്ങിന് അറിയാമായിരുന്നു. രാജ്യത്തിന് വ്യവസായവും സാങ്കേതികവിദ്യയും തുറന്ന വ്യാപാരവും ആവശ്യമാണ്. അങ്ങനെ 1979 നൂറ്റാണ്ടുകളായി തുറക്കാത്ത വാതിൽ ചൈന തുറന്നു. സർക്കാർ നിരവധി പ്രദേശങ്ങളിൽ പ്രത്യേക സാമ്പത്തിക മേഖലകൾ അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോൺ സൃഷ്ടിച്ചു. ഇതിലേറ്റവും ആദ്യത്തേതും പ്രശസ്തമായതുമായ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഹോങ്കോങ്ങിന് തൊട്ടടുത്തുള്ള ഉറങ്ങിക്കിടന്നിരുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമമായ ഷെൻഷനായിരുന്നു. ഡെങ്ങിന്റെ ആശയം ലളിതമാണ്. ഈ മേഖലകളിൽ വിദേശ കമ്പനികൾക്ക് നിക്ഷേപിക്കാനും ഫാക്ടറികൾ നിർമ്മിക്കാനും കുറഞ്ഞ നിയന്ത്രണങ്ങളോടെ വ്യാപാരം ചെയ്യാനും സാധിക്കും. നികുതി കുറവായിരിക്കും. ലാഭം അവർക്ക് സ്വന്തമാക്കാം. തീരുമാനങ്ങൾ വേഗത്തിലാകും. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള മുതലാളിത്ത ഹോങ്കോങ്ങിനോട് ചേർന്ന് ഇത് സ്ഥാപിച്ചതും അത് മുന്നിൽ കണ്ടുതന്നെ. തുടക്കത്തിൽ പല പാർട്ടി അംഗങ്ങൾക്കും സംശയമുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന് മുതലാളിത്ത മാതൃകയിലുള്ള മേഖലകൾ അനുവദിക്കാൻ കഴിയുമോ? എന്നാൽ ഡെങ് ഉറച്ചു നിന്നു. ചില ആളുകളെ ആദ്യം സമ്പന്നരാകാൻ നമ്മൾ അനുവദിക്കണം. ബാക്കിയുള്ളവർ അവരെ പിന്തുടർന്നോളും. ഈ നീക്കം ഫലം കണ്ടു. ഹോങ്കോങ്ങിൽ നിന്നും തായ്വാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഷെൻഷനിലേക്ക് നിക്ഷേപം കുത്തിയൊഴുകി. അവർ വില കുറഞ്ഞ സാധനങ്ങളായ വസ്ത്രങ്ങൾ, ഷൂസുകൾ, കളിപ്പാട്ടങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ സ്ഥാപിച്ചു. നെൽകൃഷി ചെയ്തിരുന്ന ഗ്രാമീണർക്ക് റേഡിയോകൾ കൂട്ടിയോജിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനുള്ള വസ്ത്രങ്ങൾ തുന്നാനും ജോലികൾ ലഭിച്ചു. ശമ്പളം കുറവായിരുന്നെങ്കിലും കൃഷിയിൽ നിന്നുള്ള വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു അത്. ഗ്രാമീണ പ്രവിശ്യകളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി. ഷെൻഷന്റെ ജനസംഖ്യ വർദ്ധിച്ചു. ഒരു കാലത്ത് ശാന്തമായിരുന്ന ആ ഗ്രാമം നിയോൺ ലൈറ്റുകളും അസംബ്ലി ലൈനുകളും അവസരങ്ങളും നിറഞ്ഞ ഒരു തിരക്കേറിയ നഗരമായി മാറി. 1980കളുടെ തുടക്കത്തിൽ സുഹായ്, ഷാൻറ്റോ, സിയാമൻ എന്നിവിടങ്ങളിലും സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ സ്ഥാപിക്കപ്പെട്ടു. ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ മുതലാളിത്തം പരീക്ഷിക്കാനുള്ള ചൈനയുടെ ജനലുകളായി ഇവ മാറി. 19ാം നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി ചൈന ആഗോള വ്യാപാരവുമായി വീണ്ടും ഇടപെടുകയായിരുന്നു. വിദേശ കമ്പനികൾ പണം മാത്രമല്ല സാങ്കേതികവിദ്യയും കൊണ്ടുവന്നു. ആദ്യമായി ചൈനീസ് തൊഴിലാളികൾ ജപ്പാൻ, അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യന്ത്രങ്ങൾ കൈകാര്യം ചെയ്തു. അവർ പുതിയ ഉൽപ്പാദന രീതികൾ പഠിച്ചു. അസംബ്ലി ലൈനുകൾ പ്രവർത്തനക്ഷമമായി. അതേസമയം തന്നെ ഗ്രാമങ്ങളിൽ കുടുംബ ഉത്തരവാദിത്ത വ്യവസ്ഥ രാജ്യമെമ്പാടും വ്യാപിച്ചു. വളർന്നുവരുന്ന ഗ്രാമീണ വിപണികളിൽ വിൽക്കാമെന്നറിയാവുന്നതിനാൽ കർഷകർ പരുത്തി, നിലക്കടല, തേയില പോലുള്ള വാണിജ്യ വിളകൾ കൃഷി ചെയ്തു. ടൗൺഷിപ്പ് ആൻഡ് വില്ലേജ് എന്റർപ്രൈസസ് അഥവാ TVEs എന്നറിയപ്പെടുന്ന പ്രാദേശിക സംരംഭങ്ങൾ ഉയർന്നു വന്നു. സിമന്റ് മുതൽ വസ്ത്രങ്ങൾ വരെ നിർമ്മിക്കുന്ന ഈ ചെറിയ ഫാക്ടറികൾ പ്രാദേശിക കൂട്ടായ്മകളുടെയോ കുടുംബങ്ങളുടെയോ മേൽനോട്ടത്തിലായിരുന്നു. അവ ഗ്രാമീണ സമൃദ്ധിയുടെ ഒരു പ്രധാന ശക്തിയായി മാറി. 1984ഓടെ കർഷകരുടെ വരുമാനം 1978 അപേക്ഷിച്ച് ഇരട്ടിയിലധികമായി. ഗ്രാമീണ ദാരിദ്ര്യം ഇപ്പോഴും നിലവിലുണ്ടായിരുന്നെങ്കിലും ഗണ്യമായി കുറഞ്ഞു. ഈ കാലഘട്ടം ശരിക്കും മനസ്സിലാകാൻ അക്കാലത്ത് ഒരു ഗ്രാമീണ ചൈനക്കാരന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് അൻഹുയിലെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ അതിരാവിലെ എഴുന്നേറ്റ് കുടുംബത്തിന് കൃഷിയിടം നോക്കുന്നു. എല്ലാം കമ്മ്യൂണിന് കൈമാറുന്നതിന് പകരം ഇപ്പോൾ അയാൾ ധാന്യം സ്വന്തം ഷെഡിൽ സൂക്ഷിക്കുന്നു. അധികമുള്ള അരി വിപണിയിൽ വിറ്റ ശേഷം അയാൾ മകൾക്ക് സ്കൂൾ യൂണിഫോമും ഭാര്യയ്ക്ക് തയ്യൽ മെഷീനും വാങ്ങുന്നു. ഷെൻഷനിൽ ദരിദ്ര ഗ്രാമീണ കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവതി ഒരു തുണി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. ഒരു മാസം കൊണ്ട് അവൾ സമ്പാദിക്കുന്നത് അവരുടെ കുടുംബത്തിന് അരവർഷം കൃഷി ചെയ്താൽ പോലും ലഭിക്കാത്ത വരുമാനമാണ്. ഈ വരുമാനം ഉപയോഗിച്ച് അവൾ വീട്ടിലേക്ക് പണം അയക്കുന്നു. സ്വന്തമായി ഒരു സൈക്കിൾ വാങ്ങുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുന്നു. ബീജിംഗിൽ ഒരു കാലത്ത് റേഷൻ കടകളിലെ ക്യൂവിനാൽ നിറഞ്ഞൊരു തെരുവിൽ ഇപ്പോൾ ലഘുഭക്ഷണങ്ങൾ, റേഡിയോകൾ, വർണ്ണാഭമായ വസ്ത്രങ്ങൾ എന്നിവ വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ചൈനീസ് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടാൻ തുടങ്ങുന്നു. ഈ ചെറിയ മാറ്റങ്ങൾ ദേശീയ മനോഭാവത്തിലെ വലിയ മാറ്റത്തെയാണ് പ്രതിഫലിപ്പിച്ചത്. ജനങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷ തോന്നി തുടങ്ങി. പരിഷ്കാരങ്ങൾ എളുപ്പമായിരുന്നില്ല. പല മുതിർന്ന പാർട്ടി നേതാക്കളും ചൈന സോഷ്യലിസം ഉപേക്ഷിക്കുകയാണെന്ന് ഭയന്നു. അസമത്വം, അഴിമതി, മുതലാളിത്ത പ്രവണതകൾ എന്നിവയെക്കുറിച്ച് അവർ ആശങ്കപ്പെട്ടു. ഡെങ് വിമർശനങ്ങളെ നേരിട്ട് ഉറച്ചുനിന്നു.
അദ്ദേഹം സഖാക്കൾക്ക് ഉറപ്പു നൽകി, സോഷ്യലിസത്തിനും വിപണികൾ ഉണ്ടാക്കാം. ആസൂത്രണവും വിപണികളും സോഷ്യലിസവും മുതലാളിത്തവും തമ്മിലുള്ള വ്യത്യാസമല്ല, വ്യത്യാസം പൊതു ഉടമസ്ഥാവകാശം ഉണ്ടോ എന്നതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡെങ് പുതിയൊരാശയം അവതരിപ്പിക്കുകയായിരുന്നു. ചൈനയുടെ തനതായ സ്വഭാവങ്ങളുള്ള സോഷ്യലിസം. അസമത്വമായിരുന്നു മറ്റൊരു വെല്ലുവിളി. ഗുവാങ്ഡോങ് പോലുള്ള തീരദേശ മേഖലകൾ അതിവേഗം വളർന്നപ്പോൾ ഉൾനാടൻ പ്രവിശ്യകൾ പിന്നോട്ടു പോയി. ചില കർഷകർക്ക് സമൃദ്ധി ലഭിച്ചപ്പോൾ മറ്റുള്ളവർ പിന്നിലായി. എന്നാൽ ഡെങ് എന്ന മഹാനായ നേതാവ് ആവർത്തിച്ചു, ചിലർ ആദ്യം സമ്പന്നരാകണം, എങ്കിലേ മറ്റുള്ളവർക്ക് അവരെ പിന്തുടരാൻ കഴിയൂ. സമ്പന്നനാകുന്നത് നല്ല കാര്യമാണ്. ടു ഗെറ്റ് റിച്ച് ഈസ് ഗ്ലോറിയസ്. പുതിയ അവസരങ്ങൾക്കൊപ്പം അഴിമതിയും വ്യാപകമായി. ബിസിനസ് ലൈസൻസുകളും ഭൂമിയും നിയന്ത്രിച്ചിരുന്ന പ്രാദേശിക പാർട്ടി ബ്യൂറോക്രാറ്റുകൾ പലപ്പോഴും കൈക്കൂലി ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കനത്ത സ്വാധീനമുള്ള ഇവരെ പ്രിൻസ്ലിങ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവർ വളരെ പെട്ടെന്ന് ധനികരായി. പാർട്ടി അംഗങ്ങളുടെ മക്കൾ ഇറക്കുമതി ചെയ്ത കാറുകളിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും ആഡംബര ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും വിദേശ നിർമ്മിത സ്യൂട്ടുകൾ ധരിക്കുന്നതിനെക്കുറിച്ചുമുള്ള കഥകൾ പ്രചരിച്ചു. ഇപ്പോഴും തുച്ഛമായ വേതനം ലഭിച്ചിരുന്ന സാധാരണ പൗരന്മാർക്ക് ഈ അന്തരം അനീതിയായി തോന്നി. വിലക്കയറ്റവും രൂക്ഷമാവുകയായിരുന്നു. മാവോയുടെ കീഴിൽ വിലകൾ മുൻനിശ്ചയിക്കപ്പെട്ടിരുന്നു. ഒരു ക്യാബേജിന് ചൈനയിൽ എല്ലായിടത്തും ഒരേ വിലയാണ്. എന്നാൽ ഇപ്പോൾ വിപണിയിൽ സ്വതന്ത്ര വിലനിർണ്ണയം നിലവിലുണ്ട്. 1980കളുടെ അവസാനത്തോടെ വിലക്കയറ്റം കുതിച്ചുയർന്നു. ഭക്ഷണം, വാടക, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ കൂടുതൽ ചിലവേറിയതായി. ബെയ്ജിംഗിലെ ഒരു ഫാക്ടറി തൊഴിലാളിയുടെ വേതനം പഴയത് തന്നെയാണ്, പക്ഷേ അരിയുടെ വില ഇരട്ടിയായി. പരിഷ്കാരങ്ങൾ ഒരിക്കൽ ആഘോഷിച്ച കുടുംബങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടു തുടങ്ങി. 1980കളുടെ അവസാനത്തോടെ ഈ സംഘർഷം വ്യക്തമായിരുന്നു. അതിവേഗ വളർച്ച പ്രതീക്ഷയും അതോടൊപ്പം രോഷവും കൊണ്ടുവന്നു. 1989 ഏപ്രിൽ മാസത്തിൽ പരിഷ്കരണവാദിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഹു യാവോ ബാങ്ങിന്റെ മരണത്തോടെയാണ് ഇത് പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങിയത്. ബെയ്ജിംഗിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ആദരിക്കാൻ തിയാനൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടി. അവരുടെ ദുഃഖാചരണം താമസിയാതെ പ്രക്ഷോഭമായി മാറി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 10,000കണക്കിന് വിദ്യാർത്ഥികളും തൊഴിലാളികളും സാധാരണ പൗരന്മാരും ബാനറുകൾ പിടിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും തിയാനൻമെൻ സ്ക്വയറിൽ നിറഞ്ഞു. അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അഴിമതി അവസാനിപ്പിക്കുക, കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുക, ജനാധിപത്യവും രാഷ്ട്രീയ പരിഷ്കരണവും നടപ്പാക്കുക. പ്രക്ഷോഭങ്ങൾ ബെയ്ജിംഗിന് പുറത്തേക്കും വ്യാപിച്ചു. ഷാങ്ഹായ് മുതൽ ചെങ്ഡു വരെ ചൈനയിലുടനീളം വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്തു. സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിദേശ മാധ്യമ പ്രവർത്തകർ ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. ആഴ്ചകളോളം ടിയാനൻമെൻ സ്ക്വയറിലെ അന്തരീക്ഷം ഏറെക്കുറെ ഉത്സവ പ്രതീതിയിലായിരുന്നു. വിദ്യാർത്ഥികൾ കൂടാരങ്ങൾ കെട്ടി പാട്ടുകൾ പാടി രാഷ്ട്രീയം ചർച്ച ചെയ്തു. ചിലർ ടിയാനൻമെൻ ഗേറ്റിലെ മാവോയുടെ ഛായാചിത്രത്തിന് അഭിമുഖമായി സ്റ്റാച്യു ഓഫ് ലിബർട്ടി മാതൃകയിൽ ഒരു വലിയ ജനാധിപത്യ ദേവതാ പ്രതിമ പോലും സ്ഥാപിച്ചു. പാർട്ടിയും വെറുതെ ഇരുന്നില്ല. മെയ് അവസാനത്തോടെ സർക്കാർ സൈനിക ഭരണം പ്രഖ്യാപിച്ചു. സൈനികർ ബെയ്ജിംഗിലേക്ക് നീങ്ങാൻ തുടങ്ങി. 1989 ജൂൺ 4 പുലർച്ചെ ടാങ്കുകളും സൈനികരും ടിയാനൻമെൻ സ്ക്വയറിലേക്ക് പ്രവേശിച്ചു. സൈന്യം പ്രക്ഷോഭകർക്ക് നേരെ വെടിയുതിർത്തു. അരാജകത്വവും രക്തച്ചൊരിച്ചിലുമുണ്ടായി. വിദ്യാർത്ഥികൾ പലായനം ചെയ്തു. പൗരന്മാർ ടാങ്കുകൾ തടയാൻ ശ്രമിച്ചു. ബെയ്ജിംഗ് പുകയും വെടിശബ്ദവും കൊണ്ട് നിറഞ്ഞു. 22,000-ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയെ അപലപിച്ചു, ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ചൈനയുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ ഉത്സാഹത്തോടെ കാത്തിരുന്ന വിദേശ നിക്ഷേപകർ മടിച്ചു. ചൈനീസ് അത്ഭുതകഥകൾക്ക് പെട്ടെന്നൊരു അർത്ഥവിരാമമായിരുന്നു. ഈ സൈനിക നടപടിയിലൂടെ ചൈനക്കാർക്ക് പാർട്ടി ഒരു സന്ദേശം നൽകി. സാമ്പത്തിക പരിഷ്കരണം തുടർന്നേക്കാം, എന്നാൽ രാഷ്ട്രീയ പരിഷ്കരണം അജണ്ടയിലില്ല. പാർട്ടി ജനാധിപത്യത്തിന് പകരം നിലനിൽപ്പിനെയാണ് തിരഞ്ഞെടുക്കുക. ഡെങ് സിയാവോപിങ് തന്റെ വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. തുടർച്ചയായ സാമ്പത്തിക വളർച്ചയില്ലെങ്കിൽ ചൈന സോവിയറ്റ് യൂണിയനെ പോലെ തകർന്നേക്കാം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1990-ൽ ഡെങ് ഒരു ധീരമായ നീക്കം നടത്തി. ചൈനയുടെ ഓഹരി വിപണികൾ വീണ്ടും തുറക്കാൻ അദ്ദേഹം അനുമതി നൽകി. ഡിസംബറിൽ ഷാങ്ഹായ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചു. അതിനു പിന്നാലെ ഷെൻഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. 1949 ശേഷം ആദ്യമായി ചൈനീസ് കമ്പനികൾക്ക് നിക്ഷേപകരിൽ നിന്ന് പണം സ്വരൂപിക്കാൻ കഴിഞ്ഞു. 1992-ൽ ഡെങ് തന്റെ 88-ാം വയസ്സിൽ ഒരു വിപുലമായ ചൈനാ പര്യടനം നടത്തി. ഷെൻഷൻ, ഗാങ്ഷു തുടങ്ങിയ വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അവിടെ പരിഷ്കരണവുമായി മുന്നോട്ടു പോകാൻ ചൈനയെ പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തി. സോഷ്യലിസവും തുറന്ന മുതലാളിത്ത വിപണികളും ശത്രുക്കളല്ലെന്ന് ഡെങ് വാദിച്ചു. ലോകത്തിനായി തുറന്നിരിക്കുന്നതും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും മാത്രമാണ് മുന്നോട്ടു പോകാനുള്ള ഒരേയൊരു മാർഗമെന്ന് അദ്ദേഹം ഷഡിച്ചു. അദ്ദേഹത്തിന്റെ യാത്ര ചൈനീസ് പൗരന്മാർക്കും വിദേശ നിക്ഷേപകർക്കും വീണ്ടും ആത്മവിശ്വാസം നൽകി. ഇതോടൊപ്പമായിരുന്നു റോഡ്, റെയിൽ വികസനം. 1980കളിൽ ചൈനയിൽ ചുരുക്കം എക്സ്പ്രസ് വേകളെ ഉണ്ടായിരുന്നുള്ളൂ. 1993 ആയപ്പോഴേക്കും പുതിയ മൾട്ടിലൈൻ ഹൈവേകൾ ബെയ്ജിംഗ്, ഷാങ്ഹായ്, ഗാങ്ഷൌ എന്നിവിടങ്ങളിൽ നിന്ന് ചൈനയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നീണ്ടുപോയി. ട്രക്കുകൾ ഉൾപ്രദേശങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കണക്കുകൾ പറയാൻ നിന്നാൽ ഈ വീഡിയോ തീരില്ല. ഇതേ 1992-ൽ ഇന്ത്യയുടെ ആളോഹരി പ്രതിശീർഷ വരുമാനം 6,732 രൂപയാണ്. ചൈനയുടേത് 31,110 രൂപയും. 1976-ൽ ഇന്ത്യക്കാരന്റെ 17 ഇരട്ടി കുറവ് വരുമാനമുണ്ടായിരുന്ന ചൈനക്കാരൻ വെറും 16 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യക്കാരനേക്കാൾ 5 ഇരട്ടി വരുമാനം കൂടുതലുള്ളവനായി മാറി.
അധ്വാനവും കാഴ്ചപ്പാടും. അതാണ് വ്യത്യാസം. 1995 ആയപ്പോഴേക്കും ചൈനീസ് ഫാക്ടറികളുടെ വളർച്ച ലോകമെമ്പാടും ദൃശ്യമായി തുടങ്ങി. ന്യൂയോർക്ക്, ലണ്ടൻ അല്ലെങ്കിൽ പാരീസ് ഏത് നഗരത്തിലെയും കടകളിലേക്ക് കയറിയാൽ മെയ്ഡ് ഇൻ ചൈന എന്ന ലേബൽ കാണാം. അതെല്ലായിടത്തും ഉണ്ടായിരുന്നു. കളിപ്പാട്ടങ്ങളിലും ഷൂസുകളിലും ടീഷർട്ടുകളിലും ഇലക്ട്രോണിക് സാധനങ്ങളിലും ക്രിസ്മസ് അലങ്കാരങ്ങളിൽ പോലും. കേരളത്തിൽ പോലും ചൈനയിൽ നിർമ്മിച്ച ഒരു ഹീറോ പേനയെങ്കിലും ഇല്ലാത്ത വീടുണ്ടായിരുന്നില്ല. ഇത് ഇത്ര വേഗത്തിൽ സംഭവിച്ചതെങ്ങനെയാണ്? ഒന്ന് കുറഞ്ഞ കൂലിയാണ്. ചൈനയിൽ വലിയ തൊഴിൽ ശക്തിയുള്ളതിനാൽ വികസിത രാജ്യങ്ങളെക്കാൾ വളരെ കുറഞ്ഞ കൂലിയായിരുന്നു അവിടെ. രണ്ടാമത് കയറ്റുമതിക്ക് അനുകൂലമായ നയങ്ങളാണ്. സർക്കാർ നികുതി ഇളവുകളും ലളിതമായ നിയമങ്ങളുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകളും ഇതിന് സഹായിച്ചു. മൂന്നാമതായി ഗ്ലോബൽ ഡിമാൻഡ്. പാശ്ചാത്യ കമ്പനികൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ നൽകുന്നവരെ വേണമായിരുന്നു. അതിന് ചൈന അനുയോജ്യവുമായിരുന്നു. ഗ്വാങ്ഡോങ്, ഷെജിയാങ്, ഫുജിയാൻ എന്നിവിടങ്ങളിലെ ഫാക്ടറികൾ 24 മണിക്കൂറും നിർത്താതെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. ഷാങ്ഹായ്, ഷെൻഷൻ തുടങ്ങിയ തുറമുഖങ്ങളിൽ നിന്ന് കണ്ടെയ്നറുകൾ നിറച്ച ചരക്ക് കപ്പലുകൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും യാത്ര ചെയ്തു. ചൈനീസ് തൊഴിലാളികളുടെ ഷിഫ്റ്റുകൾ 12 മുതൽ 14 മണിക്കൂർ വരെ നീണ്ടുനിന്നു. 1990കളുടെ മധ്യത്തോടെ ചൈന തങ്ങൾക്ക് വേണ്ടി മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിരുന്നില്ല, അത് ലോകത്തിനു വേണ്ടിയും ഉൽപ്പാദിപ്പിച്ചു. 1997 ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി രാജ്യങ്ങളെ പിടിച്ചുലച്ചു. തായ്ലൻഡ്, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ, മലേഷ്യ എന്നിവിടങ്ങളിലെല്ലാം കറൻസികൾ തകർന്നു. ഓഹരി വിപണികൾ തന്നെ ചിലയിടങ്ങളിൽ ഇല്ലാതായി. സമ്പദ് വ്യവസ്ഥകൾ മുഴുവൻ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ പലരും ഇപ്പോഴും ദുർബലമെന്ന് കരുതിയിരുന്ന ചൈന ഉറച്ചുനിന്നു. എങ്ങനെ? ചൈനീസ് സർക്കാർ ധീരമായ ഒരു തീരുമാനമെടുത്തു. കയറ്റുമതിയെ ബാധിക്കുമെങ്കിലും അവരുടെ കറൻസിയായ യുവാന്റെ മൂല്യം കുറയ്ക്കില്ല. ഇത് അവർക്ക് വിലസ്ഥിരത നൽകി. നിക്ഷേപകർ ആശ്ചര്യപ്പെട്ടു. ചൈനയും ഈ തകർച്ചയുടെ ഭാഗമാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. ചൈനീസ് ഫാക്ടറികൾ തുടർന്നും പ്രവർത്തിച്ചു. തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടില്ല. കയറ്റുമതിയും തുടർന്നു. ഈ പ്രതിസന്ധി അനിശ്ചിതത്വമുള്ള ലോകത്ത് സുരക്ഷിതവും വിശ്വസനീയവുമായ ആഴത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ചൈനയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. അതൊരു വഴിത്തിരിവായിരുന്നു. ഒരിക്കൽ ചൈനയെ സംശയിച്ചിരുന്ന വിദേശ നിക്ഷേപകർ അതിനെ കൂടുതൽ ഗൗരവമായി കാണാൻ തുടങ്ങി. ചൈന നിലനിൽക്കുമെന്ന സന്ദേശം വ്യക്തമായിരുന്നു. 1999 ആയപ്പോഴേക്കും സ്റ്റീലിന് ശേഷം ചൈനയിൽ പുതിയ വിപ്ലവം വന്നു. ഇന്റർനെറ്റ്. തുടക്കത്തിൽ അത് ചെറുതായിരുന്നു. പരിമിതമായ കണക്ഷനുകൾ, കുറഞ്ഞ വേഗത, കൂടിയ ചിലവ്. 1999 ജാക്മ എന്ന മുൻ ഇംഗ്ലീഷ് അധ്യാപകൻ ഹാങ്ഷോവിൽ ആലിബാബ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ആശയം ലളിതമായിരുന്നെങ്കിലും ശക്തമാണ്. ഇ-കൊമേഴ്സിലൂടെ ചൈനീസ് ബിസിനസ്സുകളെ ലോകവുമായി ബന്ധിപ്പിക്കുക. ഇതായിരുന്നു ചൈനയുടെ സാങ്കേതിക ഭാവിയുടെ വിത്ത്. ഫാക്ടറികൾ തുടർന്നും ഷൂസും കളിപ്പാട്ടങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ തലമുറ വില കുറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് കയറ്റുമതിക്കപ്പുറം ചിന്തിച്ചു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ വ്യാപാരം, ആഗോള കണക്ടിവിറ്റി തുടങ്ങിയവ. വിദേശ കമ്പനികൾ ചൈനയിലേക്ക് ഒഴുകിയെത്തി. ഫോക്സ്വാഗൺ, ജനറൽ മോട്ടോഴ്സ് പോലുള്ള കാർ നിർമ്മാതാക്കൾ സംയുക്ത സംരംഭങ്ങൾ തുടങ്ങി. സാംസങ്, മോട്ടറോള പോലുള്ള ഇലക്ട്രോണിക്സ് ഭീമന്മാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു. വാൾമാർട്ട് പോലുള്ള ചില്ലറ വ്യാപാരികൾ രംഗത്തെത്തി. തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, മികച്ച പരിശീലനം, അന്താരാഷ്ട്ര നിലവാരത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച എന്നിവ ലഭിച്ചു. ഉപഭോക്താക്കൾക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമായി. വിദേശ ബ്രാൻഡ് വസ്ത്രങ്ങൾ, ആധുനിക ഉപകരണങ്ങൾ. KFC, മക്ഡൊണാൾഡ്സ് പോലുള്ള ഫാസ്റ്റ് ഫുഡ് ചെയിനുകൾ പോലും ഇന്ത്യയിലെത്തുന്നതിന് ഏറെ മുമ്പ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിലെത്തി. 2001 വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ചൈന ലോക വ്യാപാര സംഘടനയിൽ ചേർന്നു. ഇതോടെ ചൈനയുടെ കയറ്റുമതി തടസ്സങ്ങൾ വീണ്ടും ലഘൂകരിക്കപ്പെട്ടു. സ്വതന്ത്ര വ്യാപാരം സാധ്യമായി. താരിഫുകൾ കുറഞ്ഞു. വിദേശ കമ്പനികൾക്ക് WTO ഒരു പച്ചക്കൊടിയായിരുന്നു. ചൈനയിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണ്. സമയം തികച്ചും അനുയോജ്യമാണ്. ലോകം പുതിയ നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ ചൈന സ്വയം ലോകത്തിന്റെ ഫാക്ടറിയും വർക്ക്ഷോപ്പുമായി മാറി. എല്ലായിടത്തും ഫാക്ടറികളായിരുന്നു. ഗ്വാങ്ഡോങ്, ഷെജിയാൻ, ജിയാങ്സു തുടങ്ങിയ തീരദേശ പ്രവിശ്യകളിൽ തയ്യൽ മെഷീനുകളുടെയും അസംബ്ലി ലൈനുകളുടെയും ചരക്ക് ട്രക്കുകളുടെയും ശബ്ദം ഒരുമിച്ച് ചേർന്ന് നഗരം മുഴങ്ങി. ഒരിക്കലൊരു മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ഷെൻഷൻ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളും ഇലക്ട്രോണിക്സ് കമ്പനികളും നിയോൺ വിളക്കുകളുമുള്ള ഒരു മഹാനഗരമായി മാറി. ചൈനീസ് ഫാക്ടറികളിൽ നിർമ്മിച്ച ഷർട്ടുകൾ, ജീൻസുകൾ, ഷൂസുകൾ എന്നിവ അമേരിക്കൻ, യൂറോപ്യൻ സ്റ്റോറുകളിൽ നിറഞ്ഞു. ഫോക്സ്കോൺ പോലുള്ള കമ്പനികൾ ദശലക്ഷക്കണക്കിന് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവ നിർമ്മിച്ചു. അവയിൽ പലതിനും ആപ്പിൾ അടക്കമുള്ള പാശ്ചാത്യ ബ്രാൻഡ് നെയിമുകൾ ഉണ്ടായിരുന്നെങ്കിലും നിർമ്മിച്ചത് ചൈനയിലായിരുന്നു. വാൾമാർട്ട്, ഐക്കിയ പോലുള്ള ആഗോള ശൃംഖലകൾ ചൈനീസ് വിതരണക്കാരിൽ നിന്ന് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു. 2001 തന്നെ ഷാങ്ഹായ് കണ്ടെയ്നർ തുറമുഖം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖമായി. 2005 ലോകത്തിലെ കളിപ്പാട്ടങ്ങളിൽ 70% നിർമ്മിക്കുന്നത് ചൈനയായിരുന്നു. ലോകത്തിലാകെ ഉണ്ടാക്കുന്ന സൈക്കിളുകളിൽ 60% ചൈനയാണ് ഉണ്ടാക്കിയത്. ക്യാമറകളിൽ പകുതിയും ചൈനയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം സമൂഹത്തെ മാറ്റിമറിച്ചു. കൗമാരപ്രായക്കാർ പോലും ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് ഫാക്ടറി നഗരങ്ങളിലേക്ക് ഒഴുകിയെത്തി. അവർ ഒരു മുറിയിൽ 6-8 പേർ വീതം താമസിച്ചു. കുറഞ്ഞ ശമ്പളത്തിന് 12 മണിക്കൂർ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തു. ഈ തൊഴിലാളികളാണ് ആധുനിക ചൈന കെട്ടിപ്പടുത്തത്. ഇഷ്ടികയും ചിപ്പും തുണിയും തുന്നിച്ചേർത്ത് അവർ ലോകത്തിന്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. അവരുടെ വിയർപ്പ് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ശക്തി പകർന്നു. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കി. അമേരിക്കയിൽ ബാങ്കുകൾ തകർന്നു. മോർട്ട്ഗേജ് വിപണി ഇല്ലാതായി. യൂറോപ്പിൽ കടബാധ്യതയും സാമ്പത്തിക മാന്ദ്യവും വർദ്ധിച്ചു. ഫാക്ടറികൾ അടച്ചു. തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ചൈന നിന്നു.
തലയുയർത്തി നിന്നു. അതിന് കാരണം ചൈനീസ് സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉത്തേജന പദ്ധതികളിൽ ഒന്ന് ആരംഭിച്ചതാണ്. വിപണികൾ സാധാരണ നിലയിലാകാൻ കാത്തു നിൽക്കാതെ ബെയ്ജിംഗ് $586 ബില്യൺ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചിലവഴിച്ചു. പുതിയ ഹൈസ്പീഡ് റെയിൽവേ ശൃംഖല പ്രവിശ്യകളിലുടനീളം വ്യാപിച്ചു. വൻ ഹൈവേകളും എക്സ്പ്രസ് വേകളും വിദൂര നഗരങ്ങളെ ബന്ധിപ്പിച്ചു. ഗ്രാമപ്രദേശങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ആധുനിക നഗരങ്ങളാക്കി മാറ്റി മുഴുവൻ ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കപ്പെട്ടു. 6 ദിവസം കൊണ്ട് 92 നിലയുള്ള അമ്പരചുംബി നിർമ്മിച്ച് ചൈന റെക്കോർഡിട്ടത് ഇക്കാലത്താണ്. വിമാനത്താവളങ്ങളും സബ്വേകളും വികസിപ്പിച്ചു. വളർച്ച നിലനിർത്തുന്നതിനായി വലിയ തുകകൾ ചിലവഴിക്കുക, അത് കടമുണ്ടാക്കിയാലും ചെയ്യുക എന്നതായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്ത്രം. അത് ഫലിച്ചു. അമേരിക്കയും യൂറോപ്പും ചുരുങ്ങുമ്പോൾ ചൈനയുടെ സമ്പദ്വ്യവസ്ഥ വളർന്നു. 2009 9% വളർച്ച. ചൈന മറ്റൊരു വികസ്വര രാജ്യം മാത്രമല്ല, മറ്റുള്ളവർക്ക് പിഴയ്ക്കുമ്പോൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശക്തി കേന്ദ്രമാണെന്ന് ലോകത്തിന് വ്യക്തമായി. 2010 ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ചൈന ജപ്പാനെ മറികടന്നു. കണക്കുകൾ ചരിത്രമാണ്. 1978 ചൈനയുടെ GDP സ്പെയിനിൻ്റേതിനേക്കാൾ ചെറുതായിരുന്നു. 2000 അത് ഇറ്റലിക്ക് തുല്യമായി. 2010 അത് അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമതായി. 2010 ഇന്ത്യയുടെ ആളോഹരി പ്രതിശീർഷ വരുമാനം 54,835 രൂപയായിരിക്കുമ്പോൾ ചൈനയുടേത് 3,93,550 രൂപയാണ്. ഇനി ഇത്തരം താരതമ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതാവുകയാണ്. ചൈന നമുക്ക് പിടിയെത്താവുന്നതിനും ദൂരത്തിലായി. 2010 ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരും ഊർജ്ജത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവും സ്റ്റീൽ നിർമ്മാതാവും ചൈനയായി മാറി. ഈ വളർച്ച ചില വൈരുദ്ധ്യങ്ങളും സൃഷ്ടിച്ചു. നഗരങ്ങൾ സമ്പന്നമായി, പക്ഷേ ഗ്രാമങ്ങൾ പിന്നോക്കം നിന്നു. കൽക്കരി ഉപയോഗിക്കുന്ന ഫാക്ടറികൾ മൂലം മലിനീകരണം വർദ്ധിച്ചു. അഴിമതി വ്യാപകമായി. പാർട്ടി ബ്യൂറോക്രാറ്റുകൾ സമ്പന്നരായപ്പോൾ സാധാരണക്കാർ കഷ്ടപ്പെട്ടു. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ചൈന അതിവേഗം ഉയരുകയായിരുന്നു, പക്ഷേ എല്ലാവരും ഒരുമിച്ചുയർന്നില്ല. 2012 പ്രസിഡന്റായി ഷീ ജിൻപിങ് വന്നു. ചൈനീസ് ഡ്രീം എന്ന് അദ്ദേഹം പേരിട്ട കാഴ്ചപ്പാട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഷീ അധികാരത്തിലെത്തിയത്. സാധാരണക്കാരെ പ്രചോദിപ്പിക്കാനും ചൈനയുടെ അഭിലാഷം വെളിപ്പെടുത്താനും ഉദ്ദേശിച്ചുള്ള ഒരു പ്രയോഗമായിരുന്നു അത്. ദേശീയ സമൃദ്ധി, ശക്തമായ നേതൃത്വം, ചൈനയുടെ മഹത്തായ പുനരുജ്ജീവിപ്പിക്കൽ എന്നിവയായിരുന്നു ആ സ്വപ്നത്തിന്റെ കാതൽ. 2013 ഷീ ജിൻപിങ് കസാക്കിസ്ഥാൻ സന്ദർശനത്തിനിടെ ഒരു വലിയ ആശയം അവതരിപ്പിച്ചു: ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അഥവാ BRI. 2000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയെ യൂറോപ്പും മിഡിൽ ഈസ്റ്റുമായി ബന്ധിപ്പിച്ചിരുന്ന പുരാതന വ്യാപാരപാതയായ സിൽക്ക് റോഡാണ് ഈ പദ്ധതിയുടെ നട്ടെല്ല്. അക്കാലത്ത് ചൈനീസ് പട്ട്, ചായ, പോർസലൈൻ എന്നിവ പടിഞ്ഞാറോട്ടും, സുഗന്ധവ്യഞ്ജനങ്ങൾ, കുതിരകൾ, വിലയേറിയ ലോഹങ്ങൾ എന്നിവ കിഴക്കോട്ടും വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ചൈനയിൽ നിന്നും റോഡുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, പൈപ്പ് ലൈനുകൾ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വാഗ്ദാനം ചെയ്തു. പാകിസ്ഥാനിൽ ചൈന ഹൈവേകളും അറബിക്കടലിൽ ഗ്വാദർ തുറമുഖവും നിർമ്മിച്ചു. ആഫ്രിക്കയിൽ ചൈനീസ് കമ്പനികൾ കെനിയയിലും എത്യോപ്യയിലും റെയിൽവേ നിർമ്മിച്ചു. ഇത് നഗരങ്ങളെ ബന്ധിപ്പിക്കുകയും വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. യൂറോപ്പിൽ ചൈനീസ് നിക്ഷേപം ഗ്രീസിലെയും ഇറ്റലിയിലെയും തുറമുഖങ്ങൾ ആധുനികവൽക്കരിച്ചു. മധ്യേഷ്യയിൽ പുതിയ റെയിൽവേ ചൈനയെ കസാഖിസ്ഥാനുമായി ബന്ധിപ്പിച്ചു. ഇത് യാത്രാസമയം ആഴ്ചകളിൽ നിന്ന് ദിവസങ്ങളായി കുറച്ചു. ഈ കാഴ്ചപ്പാട് അതിമനോഹരമായിരുന്നു. ചൈന കേന്ദ്രമാക്കി ഒരു ആഗോള വ്യാപാര ശൃംഖല. പക്ഷേ BRI വെറും റോഡുകളെയും പാലങ്ങളെയും മാത്രമല്ല. വിദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി പണം മുടക്കുന്നതിലൂടെ ചൈന പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്കായി വിപണി വികസിപ്പിക്കുകയും എണ്ണ, പ്രകൃതിവാതകം, ധാതുക്കൾ എന്നിവ പോലുള്ള നിർണായക വിഭവങ്ങളിലേക്ക് പ്രവേശനം നേടുകയും ചെയ്തു. സാധാരണ ചൈനക്കാർക്ക് ബെൽറ്റ് ആൻഡ് റോഡ്സ് ഇനീഷ്യേറ്റീവ് അഭിമാനത്തിന്റെ ഉറവിടമായി മാറി. ചൈനീസ് എഞ്ചിനീയർമാർ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നതും, ചൈനീസ് ട്രെയിനുകൾ യൂറോപ്പിൽ ഓടുന്നതും, ചൈനീസ് ക്രെയിനുകൾ വിദേശ തുറമുഖങ്ങളിൽ ഉയർന്നു നിൽക്കുന്നതുമെല്ലാം മാധ്യമങ്ങളിൽ നിറഞ്ഞു. തീർച്ചയായും വിമർശകർ ചോദ്യങ്ങൾ ഉന്നയിച്ചു. രാജ്യങ്ങൾ ചൈന സൃഷ്ടിക്കുന്ന ഡെപ്റ്റ് ട്രാപ്പ് എന്ന കടക്കണിയെക്കുറിച്ച് ആശങ്കപ്പെട്ടു. ചൈനയുടെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ പാവപ്പെട്ട രാജ്യങ്ങൾ പാടുപെടും. ഇത് ചൈനീസ് സ്വാധീനം വർദ്ധിപ്പിക്കും. അമേരിക്ക BRIയെ ഒരു ജിയോ പൊളിറ്റിക്കൽ തന്ത്രമായാണ് കണ്ടത്. ചൈന ഭൂഖണ്ഡങ്ങളിലുടനീളം സ്വാധീനം വളർത്തുന്നു എന്നവർ വിലയിരുത്തി. പക്ഷേ ചൈനയ്ക്കുള്ളിൽ പാർട്ടി പറഞ്ഞത് മറ്റൊന്നാണ്: നമ്മൾ ലോകത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുകയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതി ചൈന വെറും ലോകത്തിന്റെ ഫാക്ടറി എന്നതിൽ നിന്ന് ഒരു ആഗോള വാസ്തുശില്പിയായി മാറിയ നിമിഷം അടയാളപ്പെടുത്തി. 2015 ചൈന ഒരു പുതിയ പ്രശ്നം നേരിട്ടു. അവരുടെ സമ്പദ്വ്യവസ്ഥ ഇപ്പോഴും കുറഞ്ഞ ചിലവിലുള്ള ഡ്യൂപ്ലിക്കേറ്റുകളുടെയും പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളുടെയും ലളിതമായ ഇലക്ട്രോണിക്സിന്റെയും ഉൽപ്പാദനത്തെയാണ് ഏറെ ആശ്രയിക്കുന്നത്. ഇനി അത് പറ്റില്ല. ചൈന ഷൂസ് മുതൽ സ്മാർട്ട് ഫോണുകൾ വരെ എല്ലാം നിർമ്മിച്ചു. പക്ഷേ ആ ഉൽപ്പന്നങ്ങൾക്കുള്ളിലെ പല നൂതന സാങ്കേതിക വിദ്യകളും വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നോ, ജപ്പാനിൽ നിന്നോ, ദക്ഷിണ കൊറിയയിൽ നിന്നോ ആണ്. ചൈനീസ് കമ്പനികൾ ഉൽപ്പന്നങ്ങൾ അസംബിൾ ചെയ്യുമ്പോൾ വലിയ ലാഭം നേടുന്നത് വിദേശ കമ്പനികളായിരുന്നു. ഷീ ജിൻപിങ്ങും അദ്ദേഹത്തിന്റെ സർക്കാരും ഇത് മാറ്റിമറിക്കാൻ തീരുമാനമെടുത്തു. ചൈനയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ വ്യവസായങ്ങൾ വേണം. അവർ മെയ്ഡ് ഇൻ ചൈന 2025 എന്ന പേരിൽ ധീരമായൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വില കുറഞ്ഞ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഹൈടെക് വ്യവസായങ്ങളിൽ ലോകത്തെ നയിക്കുന്ന ഒരു രാജ്യമാക്കി ചൈനയെ മാറ്റുക, അതായിരുന്നു ലക്ഷ്യം. ഈ പദ്ധതി 10 അത്യാധുനിക മേഖലകളെ ലക്ഷ്യമിട്ടു.
റോബോട്ടിക്സ്, വിമാനങ്ങളും സാറ്റലൈറ്റുകളും അടങ്ങുന്ന എയ്റോസ്പേസ്, ഇലക്ട്രിക് കാറുകളും ബാറ്ററികളും അടങ്ങുന്ന വിപ്ലവം, മെഡിക്കൽ ഉപകരണങ്ങൾ, ബയോടെക്നോളജി, 5G, ടെലികമ്മ്യൂണിക്കേഷൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമികണ്ടക്ടറുകൾ, ഹൈടെക് മാരിടൈം ഉപകരണങ്ങൾ, ഹൈസ്പീഡ് ട്രെയിനുകൾ എന്നിവയായിരുന്നു ഈ 10 മേഖലകൾ. ലളിതമായി പറഞ്ഞാൽ ചൈനയ്ക്ക് ലോകത്തിന്റെ വർക്ക്ഷോപ്പായിട്ടോ ചീപ്പ് മാനുഫാക്ചറിംഗ് ഹബ്ബായോ തുടരാൻ താൽപ്പര്യമില്ലായിരുന്നു. അവർക്ക് ലോകത്തിന്റെ ഇന്നൊവേഷൻ ലാബ് ആകണമായിരുന്നു. ചൈന ഉൽപ്പന്ന ഗവേഷണത്തിനായി കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുകയും പ്രാദേശിക കമ്പനികളെ പിന്തുണയ്ക്കുകയും വിദേശ സാങ്കേതിക വിദ്യകൾ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹുവായ് ലോകോത്തര 5G നെറ്റ്വർക്കുകൾ നിർമ്മിച്ചത്. BYDയും നിയോയും ടെസ്ലയോട് കിടപിടിക്കുന്ന ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കിയത്. ചൈനയുടെ അതിവേഗ ട്രെയിനുകൾ ലോകത്തെ കൊതിപ്പിച്ചത്. അലിബാബയും ടെൻസെന്റും ഡിജിറ്റൽ പേയ്മെന്റുകളിലും ഇ-കൊമേഴ്സിലും ഐരാവതങ്ങളായത്. DJI ലോകോത്തര ക്യാമറകളും ഡ്രോണുകളും ഉണ്ടാക്കിയത്. ഒപ്പോയും വിവോയും വൺപ്ലസും ഷവോമിയുമെല്ലാം കേരളത്തിലും ചിരപരിചിതമായ പേരുകളായത്. ജപ്പാൻ പതിയെ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നൊവേഷൻ ഇലക്ട്രോണിക്സിൽ ചൈന പറന്നു. എന്നാൽ മെയ്ഡ് ഇൻ ചൈന 2025 എന്നത് സാങ്കേതികവിദ്യയെക്കുറിച്ച് മാത്രമല്ല, ആധിപത്യത്തെക്കുറിച്ചുള്ളതുമാണെന്ന് അമേരിക്കയും യൂറോപ്പും ഭയപ്പെട്ടു. ചൈന സെമികണ്ടക്ടറുകൾ, AI, 5G എന്നിവയിൽ പ്രാവീണ്യം നേടിയാൽ അവർക്കിനി പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. അതിലുപരിയായി ഭാവിയിലെ ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കാം. ഈ ഭയമാണ് പുതിയകാല സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയത്. പിന്നീട് അത് വ്യാപാര യുദ്ധങ്ങൾക്കും താരിഫുകൾക്കും സാങ്കേതിക നിയന്ത്രണങ്ങൾക്കും കാരണമായത്. അമേരിക്കയിൽ ഒബാമയുടെ കാലം മുതൽ ഈ കുശുമ്പം കുന്നായ്മയും ആരംഭിച്ചത്. 2018 ആയപ്പോഴേക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള അമേരിക്ക ചൈനയ്ക്കെതിരെ തുറന്ന വ്യാപാര യുദ്ധം തുടങ്ങി. സാങ്കേതിക വിദ്യ മോഷ്ടിക്കൽ, സംയുക്ത സംരംഭങ്ങൾക്ക് നിർബന്ധിക്കൽ, വിപണിയിൽ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ നിറയ്ക്കൽ എന്നിവയായിരുന്നു പ്രധാന ആരോപണങ്ങൾ. ഇതിന് മറുപടിയായി വാഷിംഗ്ടൺ $100 ബില്യൺ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫുകൾ ചുമത്തി. ചൈനയ്ക്കിത് ഞെട്ടലായിരുന്നു. പതിറ്റാണ്ടുകളായി കയറ്റുമതിയാണ് രാജ്യത്തിന്റെ വളർച്ചയുടെ പ്രധാന ചാലകശക്തി. കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും മുതൽ സ്മാർട്ട് ഫോണുകളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും വരെ ചൈന ലോകത്തിന് നൽകിയിരുന്നു. എന്നാൽ പെട്ടെന്ന് തങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താവായ അമേരിക്കയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടേറിയതും ചെലവേറിയതുമായി. ചൈനയുടെ ഉൽപ്പാദന മേഖലയുടെ ഹൃദയഭാഗമായ ഗാങ്ടോങ്, ഷെജിയാങ് എന്നിവിടങ്ങളിലെ ഫാക്ടറികൾ സമ്മർദ്ദത്തിലായി. ചിലർ തൊഴിലാളികളെ പിരിച്ചുവിട്ടു. മറ്റുള്ളവർ യൂറോപ്പ്, ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താൻ തിടുക്കം കൂട്ടി. ബെയ്ജിംഗ് പുതിയ നീക്കങ്ങളിലേക്ക് തിരിഞ്ഞു. ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിച്ചു. ചൈനീസ് ജനതയെ മെയ്ഡ് ഇൻ ചൈന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രോത്സാഹിപ്പിച്ചു. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലൂടെ പുതിയ വിപണികൾ തേടി. വികസ്വര രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി. നൂതന സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടി പടിഞ്ഞാറൻ രാജ്യങ്ങളെ ആശ്രയിക്കാതിരിക്കാൻ ഉയർന്ന സാങ്കേതിക വിദ്യാ വ്യവസായങ്ങളിൽ നിക്ഷേപം നടത്തി. വ്യാപാര യുദ്ധം കഠിനമായിരുന്നെങ്കിലും അത് ചൈനയെ തങ്ങളുടെ സാമ്പത്തിക തന്ത്രത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതമാക്കി. കയറ്റുമതിയെ അമിതമായി ആശ്രയിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കി. വ്യാപാര യുദ്ധവുമായി ചൈന പൊരുത്തപ്പെട്ടു വരുന്ന സമയത്താണ് COVID-19 പ്രതിസന്ധി വന്നത്. 2020 തുടക്കത്തിൽ നഗരങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടി. ഷാങ്ഹായിലെയും ബെയ്ജിംഗിലെയും തെരുവുകൾ വിജനമായി. ഫാക്ടറികൾ അടച്ചു. ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ ലോക്ക്ഡൌണിലായി. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന് ലോകം ഭയന്നു. എന്നാൽ കഥ അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവിലേക്ക് നീങ്ങി. ആദ്യത്തെ ആഘാതത്തിന് ശേഷം മിക്ക പ്രധാന സമ്പദ് വ്യവസ്ഥകളെക്കാളും വേഗത്തിൽ ചൈന തിരിച്ചുവന്നു. 2020 മധ്യത്തോടെ ഫാക്ടറികൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. ചൈനീസ് തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കപ്പലുകൾ യാത്ര തുടങ്ങി. ഇത്തവണ പുതിയ ഉൽപ്പന്നങ്ങളുമായി. മെഡിക്കൽ ഉപകരണങ്ങൾ, മാസ്കുകൾ, വെന്റിലേറ്ററുകൾ, പിന്നീട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ലോകത്തിനു വേണ്ടിയുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും. യൂറോപ്പും അമേരിക്കയും ആവർത്തിച്ചുള്ള ലോക്ക്ഡൌണുകളിൽ ബുദ്ധിമുട്ടിയപ്പോൾ ആഗോള ഉപഭോക്താക്കൾ ചൈനയിലേക്ക് തിരിഞ്ഞു. വർക്ക് ഫ്രം ഹോം സാധാരണമായപ്പോൾ ലാപ്ടോപ്പുകൾ, വെബ് ക്യാമറകൾ, ഫോണുകൾ എന്നിവയ്ക്കുള്ള ആവശ്യം കുതിച്ചുയർന്നു. ചൈനീസ് ഫാക്ടറികൾ അവ വിതരണം ചെയ്യാൻ അധിക സമയം പ്രവർത്തിച്ചു. സാധാരണ ചൈനീസ് തൊഴിലാളികൾക്ക് 2020 വിചിത്രമായൊരു വർഷമായിരുന്നു. ജീവിതം നിയന്ത്രിതമായിരുന്നെങ്കിലും ജോലികൾ പെട്ടെന്ന് തിരിച്ചെത്തി. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ചുരുങ്ങിയപ്പോൾ ചൈന ആ വർഷം പോസിറ്റീവ് വളർച്ച നേടിയ ഒരേയൊരു സാമ്പത്തിക ശക്തിയായി. 2060 കാർബൺ ന്യൂട്രൽ ആകുമെന്ന് 2023 പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന. കൽക്കരി അമിതമായി ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് ഇത് അസാധാരണമായിരുന്നു. ആ സമയത്ത് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കൽക്കരി ചൈന ഉപയോഗിച്ചിരുന്നു. കുട്ടികൾക്ക് പുറത്ത് കളിക്കാൻ കഴിയാത്തത്ര കനത്ത പുകമഞ്ഞ് പലപ്പോഴും നഗരങ്ങളിലുണ്ടായിരുന്നു. ചൈന അവിടെയും മുന്നോട്ട് പോയി. സൗരോർജ്ജ പാനലുകൾ, കാറ്റാടി യന്ത്രങ്ങൾ, ജലവൈദ്യുതി എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തി. ബാറ്ററി സാങ്കേതികവിദ്യ, ഹൈഡ്രജൻ ഇന്ധനം, സ്മാർട്ട് ഗ്രിഡുകൾ എന്നിവയിൽ ഗവേഷണങ്ങൾ നടന്നു. ലോകമിത് ശ്രദ്ധിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ചർച്ചകളിൽ മുഴുകിയപ്പോൾ ചൈന മരുഭൂമികളിൽ വലിയ സൗരോർജ്ജ ഫാമുകളും കാർബൺ എമിഷൻ കുറയ്ക്കാൻ അതിവേഗ റെയിൽവേയും നിർമ്മിച്ചു. ഈ പ്രതിജ്ഞ ചൈനയുടെ ആഗോള പ്രതിച്ഛായ മാറ്റി. എല്ലാം സുഗമമായിരുന്നില്ല. 2022 ചൈനീസ് സർക്കാർ ശ്രദ്ധ രാജ്യത്തിനകത്തുള്ള ശക്തരായ സാങ്കേതിക കമ്പനികളിലേക്ക് തിരിച്ചു. ഉദാരനയങ്ങൾ മൂലം അലിബാബ, ടെൻസെന്റ്, ദിദി തുടങ്ങിയ വൻകിട കമ്പനികൾ അതിവേഗം വളർന്നിരുന്നു. ഇവ നിരവധി ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കുകയും വേചാറ്റ്, ടാവോബാവോ, അലിപേ തുടങ്ങിയ ആപ്പുകളിലൂടെ ദൈനംദിന ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ അധികാരത്തെ നിഴലിലാക്കിക്കൊണ്ട് ഈ കമ്പനികൾ അമിതമായി ശക്തരാകുന്നുവെന്ന് ബെയ്ജിംഗ് ആശങ്കപ്പെട്ടു. പെട്ടെന്ന് നിയമങ്ങൾ കർശനമാക്കി. കുത്തക വിരുദ്ധ അന്വേഷണങ്ങൾ ആരംഭിച്ചു. വലിയ IPOകൾ തടഞ്ഞു.
ഓൺലൈൻ ട്യൂട്ടറിംഗ് കമ്പനികളെ നിയന്ത്രിച്ചു. ചൈനീസ് ഓഹരി വിപണികളിൽ നിന്ന് ബില്യൺ കണക്കിന് ഡോളറിന്റെ മൂല്യം തുടച്ചുമാറ്റപ്പെട്ടു. ഈ അടിച്ചമർത്തൽ നിക്ഷേപകരെ ഞെട്ടിച്ചു. ഹാങ്ഷൗ, ഷെൻഷെൻ തുടങ്ങിയ നഗരങ്ങളിലെ സാങ്കേതിക തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ബെയ്ജിംഗ് ഇത് ചെയ്തത്? 2 കാരണങ്ങളുണ്ട്. ടെക് അധികാരം സർക്കാർ മേൽനോട്ടത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിച്ചു. രണ്ടാമതായി, അനിയന്ത്രിതമായ ടെക് സമ്പത്ത് അസമത്വത്തിനും സാമൂഹിക സംഘർഷത്തിനും കാരണമാകുമെന്ന് നേതാക്കൾ വാദിച്ചു. നിയന്ത്രണങ്ങളുടെ ഫലമായി ചൈനയുടെ വളർച്ച മന്ദഗതിയിലായി. യുവജനങ്ങൾക്കിടയിൽ തൊഴിലില്ലായ്മ കുതിച്ചുയർന്നു. പലരും ഗ്രാമങ്ങളിലേക്ക് മടങ്ങി. അതുമല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളമുള്ള സേവന ജോലികൾ സ്വീകരിച്ചു. കിടന്നു വിശ്രമിക്കുക അഥവാ ടാങ് പിങ് എന്ന വാക്ക് യുവാക്കൾക്കിടയിൽ പ്രചാരത്തിലായി. കയറ്റുമതിയും ഗ്ലോബൽ ഡിമാൻഡും കുറഞ്ഞു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വിതരണ ശൃംഖലകൾ വിയറ്റ്നാം, ഇന്ത്യ, മെക്സിക്കോ എന്നിവിടങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. വില കുറഞ്ഞ ഉൽപ്പാദനത്തിന് ചൈന മാത്രമായിരുന്നു ഏക ഓപ്ഷൻ എന്ന നില മാറി. റിയൽ എസ്റ്റേറ്റിലും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി. പതിറ്റാണ്ടുകളായി റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു ചൈനയുടെ വളർച്ചയുടെ എഞ്ചിൻ. കുടുംബങ്ങൾ സമ്പാദ്യം മുഴുവൻ അപ്പാർട്ട്മെന്റുകളിൽ നിക്ഷേപിച്ചിരുന്നു. പ്രാദേശിക സർക്കാരുകൾ ഭൂമി വിൽപ്പനയെ ആശ്രയിച്ചു. എന്നാൽ 2023 ആയപ്പോഴേക്കും എവർഗ്രാൻഡെ പോലുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ കടക്കെണിയിലായി. നിർമ്മാണങ്ങൾ നിലച്ചു. പണം നൽകിയവർക്ക് വീടില്ലാതെയായി. ഇതിനെല്ലാമിടയിലും ചൈന ഒരു ഭീമനായി തുടർന്നു. അവരുടെ സമ്പദ്വ്യവസ്ഥ ഇപ്പോഴും ലോകത്തിലെ 2ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണ്. അതിന്റെ റെയിൽവേ, തുറമുഖങ്ങൾ, ഫാക്ടറികൾ എന്നിവ ഇപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. അനന്തമായ വളർച്ചയുടെ തിളക്കം മാത്രം മങ്ങി. 2024 US ചിപ്പുകളിലുള്ള ആശ്രയത്വം കുറയ്ക്കാൻ ഡസൻ കണക്കിന് പുതിയ സെമികണ്ടക്ടർ ഫാബുകൾ ചൈന പ്രഖ്യാപിച്ചു. അതേ വർഷം ആഗോള EV വിൽപ്പനയിൽ BYD ടെസ്ലയെ മറികടന്നു. ചൈനീസ് EVകൾ യൂറോപ്യൻ വിപണികളിൽ ഇപ്പോഴും തരംഗമുണ്ടാക്കുന്നു. സൗരോർജ്ജ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ചൈന ലോകത്തിൽ 1ാമതായി. AI ഗവേഷണം, 5G നെറ്റ്വർക്കുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയിലും മുന്നോട്ട് പോയി. 20ാം നൂറ്റാണ്ടിൽ ഉൽപ്പാദന മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചതുപോലെ 21ാം നൂറ്റാണ്ടിലെ പുതുതലമുറ വ്യവസായങ്ങളിലും ഒന്നാമനാവുക എന്നതാണ് ലക്ഷ്യം. മുൻകാലങ്ങളിലെ ഇരട്ടാക്ക വളർച്ചയ്ക്ക് പകരം GDP 4 മുതൽ 5% വരെ നിരക്കിൽ വളർന്നു. ചൈനീസ് കുതിപ്പ് കുതിരയെപ്പോലെ പോകാതെ കൂടുതൽ പക്വത പ്രാപിച്ചു. ഇങ്ങനെയാണ് ചൈന വളർന്നത്, ഇപ്പോഴും വളരുന്നത്. പുതിയ കാലത്ത് ചൈന ഒരു നയതന്ത്ര ശക്തിയും കൂടിയാണ്. ഇന്ത്യയെയും റഷ്യയെയും അവർ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമായാണ്. ദോഷങ്ങൾ എന്തൊക്കെയുണ്ടായാലും ചൈനയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ഗുണങ്ങളുണ്ടാകുമെന്നതിൽ സംശയമില്ല.